ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന എലി, പല്ലി, പാറ്റ ഇവയൊക്കെ തുരത്തി ഓടിക്കാനായിട്ടുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള 2 ടിപ്സാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു ചന്ദനത്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള ഈ ഒരു മരുന്നൊക്കെ ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കാം. അപ്പം ഞാനിത് ആ ഒരു ചന്ദനത്തിരി മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇടിക്കല്ല് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചന്ദനത്തിരി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കർപ്പൂരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദനത്തിരിയും കർപ്പൂരവും കൂടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ചന്ദനത്തിരിയും കർപ്പൂരവും കൂടിയിട്ട് പൊടിച്ചെടുത്തപ്പോൾ. ഇനി ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം വിനാഗിരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റിൻ്റെ കുറച്ച് പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഈ ഒരു സമയത്തുള്ളത്. അപ്പോൾ ഈ ഒരു സ്മെല്ല് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള പല്ലീനെയും പാറ്റിനെയും ഒക്കെ തുരത്താനായിട്ട് എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു സ്പ്രേ ബോട്ടിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ എലി, പല്ലി, പാറ്റ അതൊക്കെ വരുന്ന ഭാഗത്തൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം തന്നെ ആ ഭാഗത്തേക്ക് പല്ലിയും പാറ്റയും ഒന്നും വരില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ പല്ലിയൊക്കെ കാണുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ കബോർഡിൻ്റെ ഉൾഭാഗത്തും അതുപോലെ ജനലിൻ്റെ അവിടെയും ഒക്കെ ഇതുപോലെ പല്ലിയും പാറ്റയും ഒക്കെ വരുന്ന ഭാഗത്തൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പല്ലിയുടെയും പ്രാണികളുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കർട്ടൻ്റെ ബാക്കിലും ജനലിൻ്റെ അവിടെയും ഒക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്തൊന്നും പല്ലിയുടെയും പാറ്റയുടെയും പ്രാണികളുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ ബിസ്ക്കറ്റ് പൊടിച്ചതോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം നമുക്ക്. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഓരോ ബോൾസ് നമുക്ക് എലിയും പല്ലിയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഓരോ ബോൾസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള 2 ടിപ്സാണ്. അപ്പോൾ നിങ്ങളുടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ എലിയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ട് കാണുന്ന ഭാഗത്തൊക്കെ ഇത് ഓരോ ബോൾസായി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പിന്നെ ആ പ്രദേശത്തേക്ക് തന്നെ എലിയും പല്ലിയൊന്നും വരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.
അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എലിനെയും പല്ലിനെയും പാറ്റേനെയും ഒക്കെ തുരത്തി ഓടിക്കാനായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള 2 ടിപ്സാണ് അപ്പോൾ ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.